നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നേ ഇംഗ്ലീഷിന്റെ ക്ലാസ് ആണേ. അപ്പോൾ എന്നെ സഹായിച്ച ഇംഗ്ലീഷ് ടിപ്സ് അതിന്റെ സീരീസ് ആണ്. ഇന്ന് 8ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഓരോ ദിവസവും 20 പ്രീവിയസ് ക്വസ്റ്റ്യൻസും പിന്നെ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എളുപ്പം ഇങ്ങനെ ഉത്തരത്തിലേക്ക് എത്താം. അങ്ങനത്തെ ടിപ്സുമാണ് പറയുന്നത്. യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ക്ലാസ് പ്രീവിയസ് ക്വസ്റ്റ്യനും റിലേറ്റഡ് ഫാക്റ്റും ഇംഗ്ലീഷ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നല്ല മാർക്ക് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷിൽ ബേസ് ഇല്ലെങ്കിൽ കൂടി ഈ ടിപ്സ് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പം ഇതിങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നൊരു ട്രിക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് എടുത്തിരിക്കുന്ന ചോദ്യപേപ്പറേ ലാബ് അസിസ്റ്റന്റ് കൊല്ലം, കോട്ടയം, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ നടന്ന ലാബ് അസിസ്റ്റന്റ് 2018 നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണേ. ആദ്യത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ് വൺ ഫ്രം ദ ഓപ്ഷൻസ്. ഐ പ്രിഫർ പെൻ ഡാഷ് പെൻസിൽ. പ്രിഫറിന് ശേഷം ഏതാ വരുന്നത് പ്രിപ്പോസിഷൻ? പ്രിഫർ സംതിങ് ടു സംതിങ് എൽസ്. പ്രിഫർ കഴിഞ്ഞ് ഏതാ വരുന്നത്? ടു ആണ് വരുന്നത്. പ്രിഫർ സംതിങ്, ഇവിടെ സംതിങ് എന്ന് പറഞ്ഞാൽ പെന്നാണ്. ടു സംതിങ് എൽസ്, ഇവിടെ ടു കഴിഞ്ഞിട്ട് ഏതാ? പെൻസിലാണ് വന്നേക്കുന്നത്. അപ്പൊ ടു പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്ന ഏതിലൊക്കെയാ? ജൂനിയർ ടു, സീനിയർ ടു, പ്രിഫർ ടു, റെഫർ ടു, സിമിലർ ടു, സുപ്പീരിയർ ടു, ഇൻഫീരിയർ ടു മുതലായ വേർഡ്സ് കഴിഞ്ഞിട്ട് ടു ആണ് യൂസ് ചെയ്യുന്നത്. ഏതാ? സുപ്പീരിയർ കഴിഞ്ഞ് ടു ആണ്, ഇൻഫീരിയർ കഴിഞ്ഞ് ടു ആണ്, സീനിയർ കഴിഞ്ഞ് ടു ആണ്, ജൂനിയർ കഴിഞ്ഞ് ടു ആണ്, പ്രിഫർ കഴിഞ്ഞ് ടു ആണ്. ഐ പ്രിഫർ ടീ ടു കോഫി. ടീ ദാൻ കോഫി എന്ന് പറയത്തില്ല. പ്രിഫർ കഴിഞ്ഞ് എപ്പോഴും എന്താ യൂസ് ചെയ്യേണ്ടത്? ടു ആണ് യൂസ് ചെയ്യേണ്ടത്. അത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യം, ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് എന്തുവാ? ഹി സെഡ് ഐ വിഷ് ടു ലേൺ ഇംഗ്ലീഷ്. ഐ വിഷ് ടു ലേൺ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ, ഒരു പ്രസ്താവനയാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ആകുമ്പോൾ ഇത് എന്ത് ടൈപ്പാണ്? അസേർട്ടീവ് സെന്റൻസ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഹീ സെഡ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഹീ സെഡ് എന്ന് പറയുന്നത് ഹീ സെഡ് ദാറ്റ് ആയിട്ട് മാറും. അതായത് കണക്റ്റീവ് വേർഡായ ദാറ്റും കൂടി ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, രാജു സെഡ് ഐ ആം ഫൈൻ. അപ്പൊ അതെങ്ങനെയായിട്ട് മാറും? റിപ്പോർട്ട് ചെയ്യുമ്പോൾ രാജു സെഡ് ദാറ്റ്, രാജു സെഡ് ദാറ്റ് എന്ന് വരും. രാജു സെഡ് ദാറ്റ് ഹി വാസ് ഫൈൻ. ഇവിടെ അതുപോലെ ഹി സെഡ് എന്നുള്ളത് ഹി സെഡ് ദാറ്റ് ആയിട്ട് മാറും. അപ്പൊ എല്ലാ സെന്റൻസിലും, ഓപ്ഷനിലെ എല്ലാ സെന്റൻസിലും ഹി സെഡ് ദാറ്റ് തന്നെയാണ് തന്നേക്കുന്നത്. ഇനി ഐ എന്നുള്ളത് എന്തായിട്ട് മാറും? ഐ എന്നുള്ളത് ഹി അല്ലെങ്കിൽ ഷീ ആയിട്ട് മാറും. ഐ എന്നുള്ളത് ഹി അല്ലെങ്കിൽ ഷീ ആയിട്ട് മാറും. ഇവിടെ ഹി അല്ലേ, അപ്പൊ ഐ എന്നുള്ളത് ഹി ആയിട്ട് മാറും. അപ്പോൾ ഈ ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാലോ, കാരണം ഐ വിഷ് ടു ലേൺ ഇംഗ്ലീഷ് എന്നാ പറഞ്ഞേക്കുന്നത്. ഐക്ക് ഒരു ചേഞ്ചും വന്നിട്ടില്ല, അതുകൊണ്ട് ആ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു. ബാക്കി 3 ഓപ്ഷൻ ഉണ്ട്. ഐയെ ഹി ആക്കി. വിഷ് ടു ലേൺ ഇംഗ്ലീഷ്, വിഷ് എന്ന് പറയുന്നത് V1 ആണ്, ടെൻസ് ആണ് V1. സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് തന്നേക്കുന്നത്. അപ്പൊ അതെന്തായിട്ട് മാറണം? V2 ആയിട്ട് മാറണം. V1 എന്തായിട്ട് മാറണം? V2. V2 എന്ന് വെച്ചാൽ പാസ്റ്റ് ഫോമിലേക്ക് മാറണം. ഇവിടെ പാസ്റ്റ് ഫോമിലേക്ക് മാറിയ ഒരൊറ്റ ഓപ്ഷൻ അല്ലേ ഉള്ളൂ, വിഷ്ഡ് ആയിട്ട് മാറിയത്. അപ്പൊ ബാക്കി ഒന്നും നോക്കേണ്ട കാര്യമില്ല. ബാക്കി വിഷസും ഈസ് വിഷിങ് ഒക്കെയാണ്. വേറൊന്നും നോക്കണ്ട, ബി തന്നെയാണ് ഉത്തരം. അപ്പൊ ഹി സെഡ് ദാറ്റ് ഹി വിഷ്ഡ് ടു ലേൺ ഇംഗ്ലീഷ്. എന്തെങ്കിലും ക്ലൂ കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും ഉത്തരം. ബാക്കി നോക്കിയില്ലെങ്കിലും നമുക്ക് കിട്ടും, കാരണം എലിമിനേഷൻ മെത്തേഡ് വീതം നമുക്ക് എലിമിനേറ്റ് ചെയ്ത് വിടാൻ പറ്റും. V1 എന്നുള്ളത് V2 ആയിട്ട് മാറിയ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഏതാണ്? ബി. അടുത്ത ചോദ്യം, ചൂസ് ദ വേർഡ് വിച്ച് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. കില്ലിംഗ് വൺസ് ഓൺ ഫാദർ. കില്ലിംഗ് വൺസ് ഓൺ ഫാദർ എന്താ വൺ വേർഡ്? പാട്രിസൈഡ് ആണ്. പാട്രിസൈഡ്. പിതൃഹത്യ എന്ന് പറയും. കില്ലിംഗ് വൺസ് ഓൺ ഫാദർ ഈസ് പാട്രിസൈഡ്. അപ്പോൾ മാട്രിസൈഡ് എന്ന് വെച്ചാൽ എന്താ? മാതൃഹത്യ. കില്ലിംഗ് വൺസ് ഓൺ മദർ. കില്ലിംഗ് വൺസ് ഓൺ മദർ ഈസ് നോൺ ആസ് മാട്രിസൈഡ്. ഇവിടെ ഫ്രാട്രിസൈഡ് വന്നിട്ടുണ്ട്. എന്തുവാ ഫ്രാട്രിസൈഡ് എന്ന് വെച്ചാൽ? കില്ലിംഗ് വൺസ് ഓൺ ബ്രദർ. കില്ലിംഗ് വൺസ് ഓൺ ബ്രദർ ഈസ് നോൺ ആസ് ഫ്രാട്രിസൈഡ്. ഫ്രാട്രിസൈഡ്. ഇനി പ്രൊലിസൈഡ് എന്ന് വെച്ചാൽ എന്തുവാ? പ്രൊലിസൈഡ് എന്ന് വെച്ചാൽ കില്ലിംഗ് വൺസ് സൺ ഓർ ഡോട്ടർ. മകനെയോ മകളെയോ കൊല്ലുന്നതാണ് പ്രോലിസൈഡ് എന്ന് പറയുന്നത്.
അപ്പോൾ കില്ലിംഗ് വൺസ് സൺ ഓർ ഡോട്ടർ ഈസ് നോൺ ആസ് പ്രൊലിസൈഡ്. പ്രൊലിസൈഡ് ഫിലിസൈഡ് എന്നും പറയാറുണ്ട്. ഫിലിസൈഡ് FILICIDE ഫിലിസൈഡ് എന്നും പറയും, പ്രോലിസൈഡ് എന്നും പറയും. പ്രോലിസൈഡ് എന്ന് വെച്ചാൽ കില്ലിംഗ് വൺസ് ഓൺ സൺ ഓർ ഡോട്ടർ. പാട്രിസൈഡ് എന്ന് വെച്ചാൽ കില്ലിംഗ് വൺസ് ഓൺ ഫാദർ. മാട്രിസൈഡ് എന്ന് വെച്ചാൽ കില്ലിംഗ് വൺസ് മദർ. ഫ്രാട്രിസൈഡ് എന്ന് വെച്ചാൽ കില്ലിംഗ് വൺസ് ബ്രദർ. അപ്പോൾ കില്ലിംഗ് വൺസ് സിസ്റ്റർ ഈസ് നോൺ ആസ് സൊറോറിസൈഡ്. സൊറോറിസൈഡ് SORORI സൊറോറിസൈഡ് എന്ന് വെച്ചാൽ കില്ലിംഗ് വൺസ് ഓൺ സിസ്റ്റർ ഈസ് നോൺ ആസ് സൊറോറിസൈഡ്. അടുത്ത ചോദ്യം, സപ്ലൈ ദ മിസ്സിംഗ് വേർഡ്. ദ എർത്ത് ഡാഷ് റൗണ്ട് ദ സൺ. ഇവിടെ എർത്ത് സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നു എന്നുള്ള മീനിങ് ആണ്. അപ്പൊ ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലേ, പ്രപഞ്ച സത്യമാണ്, ഇത് മാറുന്നില്ലല്ലോ. അപ്പൊ പ്രപഞ്ച സത്യം പറയണമെങ്കിൽ ഏത് ടെൻസാണ് ഉപയോഗിക്കേണ്ടത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് വെച്ചാൽ വെർബിന്റെ SOR ES ഫോം ചേർക്കുക. ഇവിടെ ദ എർത്ത് എന്ന് വെച്ചാൽ സിംഗുലർ ആയതുകൊണ്ട് മൂവ്സ് ആണ് ഉത്തരം. SOR ES ചേർത്താൽ മതി, മൂവ്സ് ആണ് ഉത്തരം. അപ്പോൾ ദ എർത്ത് മൂവ്സ് അറൌണ്ട് ദ സൺ. യൂണിവേഴ്സൽ ട്രൂത്ത് ആയതുകൊണ്ട് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇവിടെ ദ എർത്ത് എന്ന് പറയുന്ന സിംഗുലർ ആയതുകൊണ്ട് സിംഗുലർ വെർബായ മൂവ്സ് ഉപയോഗിക്കുക. അടുത്ത ചോദ്യം, യൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. യു ആർ ഫോർബിഡൻ ഡാഷ് വാക്ക് ഓവർ ദ ലോൺ. ഇവിടെ ഇല്ലേ ഫോർബിഡൻ കഴിഞ്ഞിട്ടൊരു ഡാഷും ഉണ്ട്, അത് കഴിഞ്ഞ് V1 ആ തന്നേക്കുന്നത് അല്ലേ. അപ്പോൾ ഫോർബിഡൻ ടു ഡു സംതിങ് ആണ്. ഫോർബിഡൻ കഴിഞ്ഞ് ടു കഴിഞ്ഞ് ഡു എന്ന് വെച്ചാൽ വാക്ക്, ടോക്ക്, ജമ്പ്, അങ്ങനെ ING ഫോം ഒന്നും ഇല്ലാത്തത്. അപ്പോൾ ഫോർബിഡൻ ടു ഡു സംതിങ്. ഉത്തരം C ആണ്, ഫോർബിഡൻ ടു ഡു സംതിങ്. പക്ഷേ ഇവിടെ ING വന്നിരുന്നെങ്കിൽ, ഫോർബിഡൻ ഡാഷ് വാക്കിംഗ് എന്ന് വന്നിരുന്നെങ്കിൽ ഫ്രം ആയിരുന്നു വരേണ്ടത്. ഫ്രം. ആ രണ്ട് കണ്ടീഷൻ ഓർത്തോണം. ഫോർബിഡൻ ടു ഡു സംതിങ്, ഫോർബിഡൻ ഫ്രം ഡൂയിങ് സംതിങ്. ഫോർബിഡൻ ടു ഡു സംതിങ്, ഫോർബിഡൻ ഫ്രം ഡൂയിങ് സംതിങ്. വിലക്കുക എന്നുള്ള മീനിങ് ആണ്, വിലക്കുക, ഓർക്കുക. അടുത്ത ചോദ്യം, ചൂസ് ദ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ. എസ്റ്റർഡേ ഡാഷ് യൂറോപ്യൻ കോൾഡ് അറ്റ് മൈ ഓഫീസ്. യൂറോപ്യൻ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ യു അല്ലേ ആദ്യത്തെ അക്ഷരം എന്ന് പറയുന്നത്. യു സ്വരാക്ഷരമാണോ വ്യഞ്ജനാക്ഷരമാണോ? വ്യഞ്ജനാക്ഷരമാണ്. അപ്പോൾ വ്യഞ്ജനാക്ഷരത്തിൽ ഒരു വാക്ക് തുടങ്ങുകയാണെങ്കിൽ അവിടെ ആർട്ടിക്കിൾ എന്തോ ആയിരിക്കും? A ആയിരിക്കും. സ്വരാക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഇ ഉ അങ്ങനെ സ്വരാക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആർട്ടിക്കിൾ ആൻ ആണ്. ഇവിടെ ഇ കണ്ടതുകൊണ്ട് വവ്വലല്ലേ ആൻ അല്ലേ ആർട്ടിക്കിൾ, അങ്ങനെയല്ല പറയേണ്ടത്. പ്രൊനൗൺസ് ചെയ്ത് നോക്കുമ്പോൾ സ്വരാക്ഷരമാണോ വ്യഞ്ജനാക്ഷരമാണോ കിട്ടുന്നത് എന്ന് നോക്കുക. ഇവിടെ യൂറോപ്യൻ യാ എന്ന് പറയുന്നത് വ്യഞ്ജനാക്ഷരം ആയതുകൊണ്ട് ആർട്ടിക്കിൾ എന്തുവാ? A. അപ്പൊ ആദ്യ ശബ്ദം യു ഒരു കോൺസണന്റ് സൗണ്ട് ആണ്, അതുകൊണ്ട് ആർട്ടിക്കിൾ A ആണ് ഉപയോഗിക്കേണ്ടത്. അടുത്ത ചോദ്യം, ആഡ് എ ക്വസ്റ്റ്യൻ ടാഗ് ടു ദ ഫോളോയിങ്. യു ആർ ഗോയിങ് ഹോം നൗ. യു ആർ ഗോയിങ് ഹോം നൗ. ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട എന്തുവാ? തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുക. യു ആർ ഗോയിങ് ഹോം നൗ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് സെന്റൻസ് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ടാഗ് എന്തോ ആയിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ നെഗറ്റീവ് ടാഗ് 2 ഓപ്ഷനിലേ ഉള്ളൂ. ഇവിടെ യു ആർ ഗോയിങ് ഓക്സിലറി വെർബ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് ആർ. ഉത്തരം എന്തുമായിരിക്കും? R into U ആയിരിക്കും. ഇവിടെ വേറെ കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല. യു ആർ ഗോയിങ് സിമ്പിൾ ആയിട്ടുള്ള ഒരു സെന്റൻസ്. അപ്പോൾ R ഇവിടെ ഓക്സിലറി വെർബായിട്ട് തന്നിട്ടുണ്ട്. R into U ആണ് ഉത്തരം. അത്രേ ഉള്ളൂ. അടുത്ത, പിക്ക് ഔട്ട് ദ സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ. എ ഡാഷ് ഓഫ് മ്യൂസീഷ്യൻസ്. മ്യൂസീഷ്യന്മാരുടെ കൂട്ടത്തെ പറയുന്നത് ബാൻഡ് ആണ്. എ ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻസ്. എ ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻസ്. ഇവിടെ ക്രൗഡ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ക്രൗഡ് ഓഫ് പാസഞ്ചേഴ്സ് പറയാം. ഷോൾ എന്ന് വെച്ചാൽ എന്താണ്? ഷോൾ ഓഫ് ഫിഷ് എന്ന് പറയാം. ക്രൂ ഓഫ് സെയിലേഴ്സ് ആണ്. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് വൺ ഫ്രം ദ ഓപ്ഷൻസ്. ലോട്ട്സ് ഓഫ് ഷുഗർ ഡാഷ് പുട്ട് ഇൻ ടു ദ ടീ. ലോട്ട്സ് ഓഫ് ഷുഗർ എന്ന് പറയുന്ന അൺകൗണ്ടബിൾ ആയിട്ടുള്ള ഒരു നൗൺ ആണ്. അപ്പം അൺകൗണ്ടബിൾ ആയതുകൊണ്ട്
വെർബ് സിംഗുലാർ ആയിരിക്കണം. സിംഗുലാർ. വാസ് ആണ് ഉത്തരം. ഇവിടെ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാലോ. ബാക്കി ആറും വേറും ഹാവും എല്ലാം പ്ലൂറൽ ആണ്. 3 പ്ലൂറലും ഒരു സിംഗുലറും വന്നാൽ സ്വാഭാവികമായിട്ട് ഉത്തരം സിംഗുലർ തന്നെ ആയിരിക്കും. ഓഡ് വൺ ഔട്ട് എടുത്താൽ മതി. ലോട്ട്സ് ഓഫ് ഷുഗർ, ഇതിന്റെ കറക്റ്റ് റൂൾ എന്ന് പറയുന്നത് ഷുഗർ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആയതുകൊണ്ട് സിംഗുലാർ ആയിട്ടായിരിക്കും എടുക്കുന്നത്. അൺകൗണ്ടബിളിന് ശേഷം സിംഗുലാർ വെർബേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ വാസ് വന്നത്. അടുത്ത ചോദ്യം, ചേഞ്ച് ദ വോയിസ്. ദ ബുക്ക് വാസ് ബ്രോട്ട് ബൈ ഹിം. ഇവിടെ ബൈ ഹിം ഉള്ളത് കൊണ്ട് തന്നിരിക്കുന്ന സെന്റൻസ് പാസീവ് വോയിസ് ആണ്. അതിനെ തിരിച്ച് ആക്റ്റീവ് വോയിസിലേക്ക് ആക്കാനുള്ള. ആക്റ്റീവ് വോയിസ് എന്ന് വെച്ചാൽ കർത്താവിന് വേണം അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. കർത്താവ് എന്ന് വെച്ചാൽ ക്രിയ ചെയ്യുന്ന ആള്, സബ്ജക്റ്റ്. ഇവിടെ ഹീ അല്ലേ. ബൈ ഹിം എന്ന് വെച്ചാൽ ഇവിടെ പ്രാധാന്യം കൊടുത്തേക്കുന്ന ആർക്കാണ്? കർമ്മത്തിന്, ബുക്കിനല്ലേ പ്രാധാന്യം കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ തിരിച്ച് ആക്റ്റീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ ഹീക്ക് വേണം ഇവിടെ പ്രാധാന്യം കൊടുക്കാൻ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഫോം എന്ന് പറഞ്ഞാൽ വാസ് ബ്രോട്ട്. അപ്പോൾ വാസ് പ്ലസ് V3, വാസ് ഓർ വെയർ പ്ലസ് V3 വരണമെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് ഫോമാണ് ഈ തന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് ഫോമാണ് വാസ് ഓർ വെയർ പ്ലസ് V3 എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ പാസ്റ്റിലേക്ക് എഴുതുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് V2 എന്ന് വരണം. സബ്ജക്റ്റ് പ്ലസ് V2 വരുന്ന ഒറ്റൊരു ഫോം അല്ലേ ഇവിടെ ഉള്ളൂ. ഓപ്ഷൻ സി. ഹി ബ്രോട്ട് ദ ബുക്ക്. ഹി ബ്രോട്ട് ദ ബുക്ക് എന്ന് പറയുന്ന ആക്റ്റീവ് വോയിസിലെ സെന്റൻസിന്റെ പാസീവ് ഫോമാ ദ ബുക്ക് വാസ് ബ്രോട്ട് ബൈ ഹിം തന്നേക്കുന്നത്. വേറെ ഒരു കാര്യമില്ല. വാസ് ബ്രോട്ട് എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണെന്ന് മനസ്സിലാക്കും. അപ്പോൾ സിമ്പിൾ പാസ്റ്റിൽ എഴുതിയാൽ മതി. ഹി ബ്രോട്ട് ദ ബുക്ക്. ബ്രിങ്ങിന്റെ V2 ആണ് ബ്രോട്ട്. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ വേർഡ് അസെന്റ്. അസെന്റ് എന്ന് വെച്ചാൽ എഗ്രിമെന്റ് ആണ്. എഗ്രിമെന്റ്. അസെന്റിന്റെ മീനിങ് എന്തുവാ? എഗ്രിമെന്റ്. അസെന്റിന്റെ ഓപ്പോസിറ്റ് എന്തുവാ? ഡിസെന്റ് ആണ്. DISSENT ആണ്. ഡിസെന്റ്. DISSENT, ഡിസെന്റ്. അസെന്റിന്റെ ഓപ്പോസിറ്റ് ഡിസെന്റ്. അസെന്റ് എന്ന് വെച്ചാൽ എഗ്രിമെന്റ്. അടുത്ത, പിക്ക് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഫാർമസ്യൂട്ടിക്കൽ. ഫാർമസ്യൂട്ടിക്കലിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാ? D ആണ്. PHARMACEUTICAL ആണ് ഫാർമസ്യൂട്ടിക്കൽ. ഫാർമ എന്ന് എഴുതാം. PHARMA ഫാർമ. പിന്നെ സ്യൂട്ടിക്കൽ CEUTICAL സ്യൂട്ടിക്കൽ. അടുത്ത ചോദ്യം കണ്ടീഷണൽ ക്ലോസ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് കറക്റ്റ് ഫോം ഓഫ് ദ വെർബ്. ഇവിടെ ഇഫ് ക്ലോസും ഉണ്ട്, മെയിൻ ക്ലോസും ഉണ്ട്. മെയിൻ ക്ലോസ് നമുക്ക് തന്നിട്ടുണ്ട്. മെയിൻ ക്ലോസ് ഐ വുഡ് റെഫ്യൂസ് എന്ന് വെച്ചാൽ വുഡ് പ്ലസ് V1 ആണ് തന്നേക്കുന്നത്. വുഡ് പ്ലസ് V1 വരണമെങ്കിൽ, മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 വരണമെങ്കിൽ ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിരിക്കണം. സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് വാസ് ഓർ വെയർ അല്ലെങ്കിൽ ഡിഡ് ഒക്കെ വരണം. ഇവിടെ വാസ് ഓർ വെയർ വന്നേക്കുന്ന 2 ഓപ്ഷൻ ഉണ്ടല്ലോ. ഉണ്ട്. ഇനി വാസ് ആണോ വെയർ ആണോ എന്നറിയണ്ടേ? ഐ അല്ലേ ഇവിടെ സബ്ജക്റ്റ്. ഐ എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഐയുടെ കൂടെ എന്തോ ചേർക്കേണ്ടേ? വേർ ആണ് ചേർക്കേണ്ടത്. വേർ. ഈ ഒരു കണ്ടീഷൻ ഇല്ലേ, ഇഫ് ഐ വെയർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ, അതൊരു ഇമാജിനറി കണ്ടീഷൻ ആണ്. ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ ഞാൻ പറക്കുമായിരുന്നു എന്നുള്ളത് ഒരു ഇമാജിനറി കണ്ടീഷൻ. അപ്പൊ ഇമാജിനറി കണ്ടീഷൻ പറയുമ്പോൾ ഐക്കൊപ്പം എന്തോ വേണം ചേർക്കാൻ? വേർ വേണം ചേർക്കാൻ. വേർ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, യൂസ് ദ സ്യൂട്ടബിൾ വൺ. ഇവിടെ ഐ ഹാവ് നോട്ട് ബീൻ ടു ബോംബെ ഡാഷ് 3 years. 3 years എന്ന് പറഞ്ഞാൽ 3 വർഷമായി ഞാൻ ബോംബെയിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കുന്നത്. ഒരു പീരീഡ് ഓഫ് ടൈം പറയണമെങ്കിൽ എന്താ ചേർക്കേണ്ടേ? 4 ആണ് ചേർക്കേണ്ടത്. പോയിന്റ് ഓഫ് ടൈം സിൻസ് 1995, അങ്ങനെ പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ 1995 എന്ന് പറഞ്ഞ പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ അപ്പോൾ സിൻസ്. ഇവിടെ 3 years എന്ന് പറയുമ്പോൾ ഒരു പീരീഡിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ എന്തോ ചേർക്കാനുള്ളത്? 4 ആണ് ചേർക്കാനുള്ളത്. അപ്പൊ സിൻസിന് ശേഷം കൃത്യമായ സമയം പറയും. 4ന് ശേഷം ഒരു കാലാവധി അല്ലെങ്കിൽ കാലഘട്ടമായിരിക്കും പറയുന്നത്. അടുത്ത ചോദ്യം, ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് അപ്രോപ്രിയേറ്റ് വേർഡ്. പൊളിറ്റിക്സ് ഡാഷ് എ ഡേർട്ടി ഗെയിം. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ് അല്ലേ. മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, ഫിസിക്സ്, പൊളിറ്റിക്സ്, കെമിസ്ട്രി, അങ്ങനെ സബ്ജക്റ്റിന്റെ ഒരു വിഷയത്തിന്റെ
ഒരു വിഷയത്തിനെ എടുക്കുമ്പോൾ അത് സിംഗുലാർ ആയിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പൊ സിംഗുലാർ സബ്ജക്റ്റിന് ശേഷം സിംഗുലാർ വെർബും ആയിരിക്കും ചേർക്കേണ്ടത്. ഇവിടെ സിംഗുലാർ വെർബ് ഈസും ഉണ്ട്, ഹാസും ഉണ്ട്. ഹാസ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു ഓണർഷിപ്പിനെയാണ് കാണിക്കുന്നത്. പൊളിറ്റിക്സ് ഹാസ് എ ഡേർട്ടി ഗെയിം അല്ല, പൊളിറ്റിക്സിന് ഒരു ഡേർട്ടി ഗെയിം ഉണ്ട് അങ്ങനെയല്ലല്ലോ പറയുന്നത്. പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഡേർട്ടി ഗെയിം ആണ് എന്നുള്ള മീനിങ്ങാണ്. അപ്പൊ ഈസ് ആണ് ഉത്തരം, ഈസ്. ഇവിടെ പൊളിറ്റിക്സ് എന്ന് പറയുന്ന സിംഗുലാർ സബ്ജക്റ്റ് ആണ്. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട കളിയാണ് എന്നുള്ളൊരു മീനിങ്ങാണ്. അപ്പൊ ആണ് എന്ന് മീനിങ് വരാനാണ് ഈസ് ചേർത്തത്. ഇവിടെ ഈസും ഹാസും സിംഗുലർ ആണ്. ഈസ് ചേർക്കാനുള്ള കാരണം ആണ് എന്ന അർത്ഥത്തിലാണ്. അടുത്തത് ചൂസ് ദ അപ്രോപ്രിയേറ്റ് വൺ. ഹി ഡാഷ് വെൻ ഹി അഡ്രസ് ദ ചീഫ് ഗസ്റ്റ് ബൈ ദ റോങ് നെയിം. എ ആണ്. പുട്ട് ഹിസ് ഫൂട്ട് ഡൗൺ. പുട്ട് ഹിസ് ഫൂട്ട് ഡൗൺ. എന്തെങ്കിലും സംഭവിക്കുന്നത് തടയാൻ നിങ്ങളുടെ അധികാരം ഉപയോഗിക്കൽ എന്നുള്ളൊരു മീനിങ് ആണ് പുട്ട് ഫൂട്ട് ഡൗൺ എന്നുള്ള ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, ചൂസ് ദ എക്സാക്ട് ഓപ്പോസിറ്റ് ഓഫ് ദ അണ്ടർലൈൻഡ്. എമിഗ്രേറ്റ്. എമിഗ്രേറ്റ് എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിൽ നിന്ന് പുറത്തേക്ക് പോവുക. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താ? ഇമിഗ്രേറ്റ്. ഇമ്മി എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരിക എന്നുള്ള മീനിങ് ആണ്. ഒരു രാജ്യത്തേക്ക് വരിക, ഒരു രാജ്യത്തേക്ക് വരിക. അതിന്റെ ഓപ്പോസിറ്റ് എമിഗ്രേറ്റ്, രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോവുക. അടുത്ത ചോദ്യം, പിക്ക് ഔട്ട് ദ വൺ ദാറ്റ് ഈസ് നോട്ട് ദ സിനോണിം ഓഫ് ദ വേർഡ് ഫാബുലസ്. ഫാബുലസിന്റെ സിനോണിം അല്ലാത്തത് പ്രോഡിഗാലിറ്റി ആണ്. പ്രോഡിഗാലിറ്റി എന്ന് പറഞ്ഞാൽ ദൂർത്ത് കാണിക്കുക. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഇത് പ്രോഡിഗാലിറ്റി എന്ന് പറയുമ്പോൾ പഠിക്കാൻ തന്ന സിനോണിമോ ആണ്, ദൂർത്ത് കാണിക്കുക. ബാക്കി ഫാബുലസ് എന്ന് പറയുമ്പം അമേസിങ്, മാർവലസ്, അസ്റ്റൗണ്ടിങ് എന്നൊക്കെയുള്ള മീനിങ് ആണ്. ചേഞ്ച് ദ ഫോളോയിങ് ഇൻ ടു കമ്പാരേറ്റീവ് ഡിഗ്രി. കമ്പാരേറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റാനാ ഇവിടെ തന്നിരിക്കുന്നത് നോ അതർ മെറ്റൽ ഈസ് ആസ് കോസ്റ്റ്ലി ആസ് ഗോൾഡ്. പോസിറ്റീവ് ഡിഗ്രിയിലാണ് തന്നേക്കുന്നത്. അപ്പൊ ഇതിനെ ഗോൾഡിനെ മറ്റു മെറ്റൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരേറ്റീവ് ഡിഗ്രിയിലേക്കായി. ഇവിടെ ബി ആണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. കാരണം കോസ്റ്റ്ലിയർ, ആറും ദാനും ഒക്കെ വന്നേക്കുന്നത് ബി ഓപ്ഷനാണ്. ഗോൾഡ് ഈസ് കോസ്റ്റ്ലിയർ ദാൻ എനി അതർ മെറ്റൽ. മറ്റേത് ലോഹത്തെക്കാളും വില കൂടിയത് ഗോൾഡ് ആണ്. കോസ്റ്റ്ലിയർ ആണ് ഇവിടെ കമ്പാരേറ്റീവ് ഡിഗ്രി. അപ്പോൾ കോസ്റ്റ്ലി എന്നുള്ളത് കോസ്റ്റ്ലിയർ ആക്കിയിട്ട് കമ്പാരേറ്റീവിലേക്ക് മാറ്റിയേക്കുക. ബാക്കി ഒന്നിലും കോസ്റ്റ്ലിയർ ഇല്ലല്ലോ, എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അടുത്ത കറക്റ്റ് ദ സെന്റൻസ്. ഇവിടെ തന്നിരിക്കുന്നത് നോ സൂണർ ഹാഡ് ഹി എന്റേർഡ് ദ ഇൻ ബട്ട് ഹി സ്റ്റാർട്ടഡ് ഷൂട്ടിംഗ്. നോ സൂണർ കഴിഞ്ഞ് ദാൻ ആണ് വരേണ്ടത്. നോ സൂണർ ദാൻ. അപ്പൊ ദാൻ വരുന്ന 3 ഓപ്ഷൻ ഉണ്ടല്ലോ. ഓപ്ഷൻ ബി, സി, ഡി. ഇതിലേതാ? ഇവിടെ ഇല്ലേ? ഇവിടെ നോ സൂണറിന് ശേഷം ഡു, ഡസ്, ഡിഡ്, ഹാഡ് ഇതിലേതെങ്കിലും വരാം. നോ സൂണറിന് ശേഷം ഡു, ഡസ്, ഡിഡ്, ഹാഡ്. അപ്പൊ നമുക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ സി ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തൂടെ? നോ സൂണർ കഴിഞ്ഞ് ഹീ അവരെഴുതിയേക്കുന്നത്. നോ സൂണർ കഴിഞ്ഞ് ഡു, ഡസ്, ഡിഡ്, ഹാഡ് ഇതിലേതെങ്കിലും വരാം. അപ്പൊ ഇത് എലിമിനേറ്റ് ചെയ്യാം. ആദ്യത്തെ ഓപ്ഷനും വിട്ടു, കാരണം വെൻ വന്നതുകൊണ്ട്. അപ്പോൾ ബിയോ ഡിയോ ആണ് ഉത്തരം. ഇവിടെ നോ സൂണർ കഴിഞ്ഞ് ഡിഡോ ഹാഡോ വരാന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത് രണ്ടും കറക്റ്റാ. ഡിഡ് ഹി എൻറ്റർ കറക്റ്റ് ആണ്. ഡിഡ് ഹി എൻറ്റേർഡ് എന്നല്ലല്ലോ വന്നത്, ഡിഡ് ഹി എൻറ്റർ എന്നല്ലേ? എൻറ്റേർഡ് എന്ന് വെച്ചാൽ ഡിഡ് പ്ലസ് എൻറ്റർ ആണ് എൻറ്റേർഡ്. പക്ഷെ അവർ എൻറ്റർ എന്ന് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഡിഡ് ഹി എൻറ്റർ ദ ഇൻ ദാൻ ഇത് കറക്റ്റ് ആയിട്ട് വന്നേനെ. പക്ഷെ ഇവിടെ കോമയുടെ ആവശ്യമില്ല. ഒറ്റ സെന്റൻസ് ആയിട്ട് അങ്ങ് പറഞ്ഞാൽ മതി. നോ സൂണർ ഡിഡ് ഹി എൻറ്റർ ദ ഇൻ ദാൻ ഹി സ്റ്റാർട്ടഡ് ഷൂട്ടിംഗ്. അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോൾ ഡി ആണ് ഉത്തരം. ഡി. ഇപ്പം സി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഡി ആണ് ഉത്തരം. ഡിയിൽ എല്ലാം പക്കയായിട്ട് പാലിച്ചിട്ടുണ്ട്. നോ സൂണർ ഹാഡ് ഹി എൻറ്റേർഡ് ദ ഇൻ ദാൻ ഹി സ്റ്റാർട്ടഡ് ഷൂട്ടിംഗ്. അപ്പം നോ സൂണർ കഴിഞ്ഞ് ദാൻ ആണ് വരേണ്ടത്. പിന്നെ നോ സൂണറിന് ശേഷം ഡു, ഡസ്, ഡിഡ്, ഹാഡ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡിഡ് കഴിഞ്ഞ് V1 വേണം എഴുതാൻ, ഹാഡ് കഴിഞ്ഞ് V3യും വേണം എഴുതാൻ. ഡിഡ് കഴിഞ്ഞ് V1ഉം എഴുതണം, ഹാഡ് കഴിഞ്ഞ് V3യും എഴുതണം. അത്രയേ ഉള്ളൂ അതിന്റെ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ 20 ക്വസ്റ്റ്യൻ. ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ചെയ്യുമ്പോഴും പുതിയ പുതിയ അറിവുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഇങ്ങനെ പറയുന്ന ടിപ്സ് ഏതെങ്കിലും ഒരു ബുക്കിൽ എഴുതി വെക്കുകയാണെങ്കിൽ അതും നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റിവൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിലേക്കും കൂടി ജോയിൻ ചെയ്തേക്കാം. താങ്ക് യു.